ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 20 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 20യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1, 2, 4, 5, 10, 20 എന്ന് പറഞ്ഞ് പറഞ്ഞു തരും. ഇനി ഞാൻ ഈ സ്ഥാനത്ത് കൊടുക്കുന്നത് 9 ആണെന്ന് വെക്കാം. 9 ആണ് കൊടുക്കുന്നത്. 9 ആണെങ്കിൽ 9ന്റെ ഫാക്ടേഴ്സ് 1 ഫാക്ടർ ആണ്, 3 ഫാക്ടർ ആണ്, 2 ഫാക്ടർ അല്ല 3 ഫാക്ടർ ആണ്. പിന്നെ അടുത്ത 9ന്റെ ഫാക്ടർ ഏതായിരിക്കും? 4ന്റെ ഫാക്ടർ അല്ല, 5 ഫാക്ടർ ആണോ? അല്ല. പിന്നെ അതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 9 അതിന്റെ ഫാക്ടർ ആണ് എന്ന് പറയുന്ന നമ്പർ നമ്മൾ കൊടുത്താൽ ഫാക്ടർ ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയായിരിക്കും ഇത് പ്രിന്റ് ചെയ്തെടുക്കുക? ഏത് രീതിയിലായിരിക്കും ഇതിന്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക? ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഇത് പ്രിന്റ് ചെയ്തെടുക്കുക? അത് നമ്മൾ എന്ത് ചെയ്തെടുക്കണം? അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ നോക്കിയാൽ അറിയാം. ഇപ്പൊ നമ്മൾ 20 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം 1 20യുടെ ഫാക്ടർ ആണെങ്കിൽ 20യെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു സംഖ്യ അതിന്റെ ഫാക്ടർ ആണ്. ഇപ്പൊ 20യുടെ ഫാക്ടർ 1 ആണെന്ന് വെക്കുക. 1 20യുടെ ഫാക്ടർ ആണെങ്കിൽ ഈ 20നെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ അതായത് 20നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് റിമൈൻഡർ കിട്ടണം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണെന്ന് വെക്കുക. 0 ആണെങ്കിൽ അത് അതിന്റെ ഫാക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത് എന്ത് ചെയ്യണം? 20 എടുക്കണം. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ നോക്കണം. അതിന്റെ റിമൈൻഡർ 0 ആണോ ചെക്ക് ചെയ്യണം. റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഫാക്ടർ ആയിരിക്കും. ഇനി അത് കഴിഞ്ഞ ശേഷം 20നെ എന്ത് ചെയ്യണം? 20നെ എടുക്കണം. 20 മോഡുലസ് 3 എടുത്ത് നോക്കണം. 3 എടുത്ത് നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ടർ എത്രയാണെന്ന് നോക്കണം. 20യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഫാക്ടർ നോക്കി, അതിന്റെ റിമൈൻഡർ നോക്കി. അതിന്റെ റിമൈൻഡർ 0 ആണോ? റിമൈൻഡർ 0 അല്ല. നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ നോട്ട് എ ഫാക്ടർ. ഇങ്ങനെ എവിടെ വരെ പോകണം? ഇങ്ങനെ മാക്സിമം നമുക്ക് 20 വരെ പോകണം. ഒരു സംഖ്യ എടുക്കണം. നമ്മൾ കൊടുക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ ഒരു സംഖ്യ നമ്മൾ എടുക്കണം. ആ സംഖ്യനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ആ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ ആ സംഖ്യ അതിന്റെ ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് പ്രിന്റ് ചെയ്യാം. എപ്പോഴാ ആ സംഖ്യ അതിന്റെ ഫാക്ടർ ആണ് അപ്പൊ നമുക്കത് പ്രിന്റ് ചെയ്യാം. ഒരു സെക്കൻഡ്. ക്ലിയർ? അപ്പൊ നമ്മൾ സംഖ്യ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഫാക്ടർ ഡിവൈഡ് ചെയ്ത് നോക്കി. എന്താണോ അതിന്റെ സംഖ്യ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഫാക്ടർ ആണ്. റിമൈൻഡർ 0 അല്ലെങ്കിൽ അത് ഫാക്ടർ അല്ല. അത് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ അടുത്ത സംഖ്യ എടുക്കും. അങ്ങനെ ഈ പ്രോസസ് എവിടെ വരെ പോകണം? നമ്മൾ കൊടുത്തേക്കുന്ന സംഖ്യ 20 ആണെങ്കിൽ 20 വരെ പോകണം. അതായത് 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് എടുക്കണം. ഇനി അങ്ങനെയല്ല, ഒന്നുകൂടെ അടുത്ത് നോക്കുക. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് എടുക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ 50 ആണെന്ന് വെക്കുക. എനിക്ക് 50ന്റെ ഫാക്ടറാണ് കാണേണ്ടത്. 50ന്റെ ഫാക്ടറാണ് കണ്ടെങ്കിൽ ആദ്യം 50നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അങ്ങനെ അപ് ടു 15 വരെ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ അതൊരു ഫാക്ടർ ആണ്. അങ്ങനെ ഫാക്ടർ ആണെങ്കിൽ അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക? പ്രോഗ്രാമിന്റെ നമ്മൾ ഇൻറ്റ് മെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം ഏതാണോ നമുക്കുള്ളത് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു നമ്പർ നമുക്കൊരു നമ്പർ എന്തായാലും അക്സെപ്റ്റ് ചെയ്യണം. ഒരു നമ്പർ അക്സെപ്റ്റ് ആണ് നമ്മൾ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ചെയ്തു പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ. ഏത് നമ്പറിന്റെ ആണോ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യണം? എൻ്റർ ദ നമ്പർ. അത് കഴിഞ്ഞാൽ സ്കാൻ ഓഫ് എല്ലാത്തിൻ്റെയും ആദ്യം ഞാൻ പവർ പോയിന്റിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ആദ്യം എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ക്യാരക്ടർ
അപ്പർ കേസ് ആയിട്ട് പറയണത്. അപ്പൊ നിങ്ങളത് ലോവർ കേസ് ആയിട്ട് എഴുതുക. അതൊക്കെ സിൻടാക്സ് ഒക്കെ നോക്കി എഴുതുക. ദെൻ പെർസെൻറ്റേജ് ഡി കോമ ആംപർസെന്റ് എൻ. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പർ ഏതാണോ നമ്പർ, ആ നമ്പർ എൻ എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. ഇപ്പൊ എനിക്ക് 10ന്റെ ആണ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ 10 എന്ന് പറയുന്ന നമ്പർ ഈ എന്നിലുണ്ടാവും. ഇനി എനിക്കിപ്പോൾ 20ന്റെ ആണ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ 20 എന്ന് പറയുന്ന നമ്പർ ഈ എന്നിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പറിനെ 1 മുതൽ ആ നമ്പർ വരെ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യണം. റിമൈൻഡർ 0 അല്ലെങ്കിൽ അത് ഫാക്ടർ അല്ല, അത് പ്രിന്റ് ചെയ്യണ്ട. അപ്പോൾ ഇറ്റ്സ് എ ലൂപ്പിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരെ നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. വൈൽ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 1. ഞാനിവിടെയാണ് i ഡിക്ലെയർ ചെയ്തത്. i ഈക്വൽ ടു 1. i ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതലാണ് നമുക്ക് പോകേണ്ടത്. സോ i എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് അതിനെ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള വേരിയബിൾ, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ടാണ് i യൂസ് ചെയ്യുന്നത്. എന്നിനെ ഡിവൈഡ് ചെയ്ത് നോക്കണ്ടേ? ആദ്യം 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇങ്ങനെ കുറേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ 1, 2, 3 എന്നിനെ ആദ്യം 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്നിനെ ആദ്യം എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കണം? എന്നിനെ ആദ്യം 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ് ടു എന്നിന്റെ വാല്യൂ ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് 20 ആണെങ്കിൽ ആ 20 വരെ ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്നിന്റെ വാല്യൂ 50 ആണെങ്കിൽ 50 വരെ ഡിവൈഡ് ചെയ്ത് നോക്കണം. അത്രയും വാല്യൂസ് വരെ അതിന് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എവിടം വരെ അത് പോകണം? എന്നിന്റെ വാല്യൂസ് എത്രയാണോ, ഈ i ആണ് ഇവിടെ 1 ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഈ i ആണ് നമ്മളിവിടെ 1 ആയിട്ട് യൂസ് ചെയ്തത്. ഈ i ആണ് നമ്മൾ 1 ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഐയുടെ വാല്യൂ 1 ആയിരിക്കും, ഐയുടെ വാല്യൂ 2 ആയിരിക്കും, 3 ആയിരിക്കും. അപ് ടു എവിടം വരെ പോകണം? n. ദാറ്റ് ഈസ് ഇവിടെ ഉപയോഗിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് n ആണ്. n വരെ പോകണം. സോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന് നമ്മൾ n വരെ പോകണം. സോ n i less than or equal to n. i less than or equal to n means ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് അപ് ടു എത്രയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അവിടെ വരെ പോകണം. എങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്? 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യണം? i ഈക്വൽ ടു i പ്ലസ് 1 അല്ലെങ്കിൽ i പ്ലസ് പ്ലസ് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. ഇനി നമ്മുടെ ലൂപ്പിന്റെ ഉള്ളിൽ എന്താ എഴുതേണ്ടത്? നമുക്ക് i എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടത് എന്നിനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടത്. നമുക്ക് n ഡിവൈഡ് ചെയ്ത് നോക്കണം മീൻസ് n മോഡുലർ ആയിട്ട് ഞാൻ ഇവിടെ എഴുതി ഡിവൈഡ് ചെയ്ത് നോക്കി. n if n മോഡുലസ് i എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരിക്കും. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈക്വൽ ടു ഇഫ് n മോഡുലസ് i ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? പ്രിന്റ് ഓഫ് അത് അതിന്റെ ഒരു ഫാക്ടറാണ്. പ്രിന്റ് ഓഫ് അതിന്റെ ഫാക്ടറാണ്. ഏതായിരിക്കും അതിന്റെ ഫാക്ടർ? i ആയിരിക്കും അതിന്റെ ഫാക്ടർ. കാരണം i എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ 1 ആണ്, അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? i ആയിരിക്കും അതിന്റെ ഫാക്ടർ. പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി കോമ i. എന്താണോ ഉള്ളത് i നമ്മളവിടെ പ്രിന്റ് ചെയ്തു. പെർസെൻറ്റേജ് ഡി i then ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്താണ് നമുക്ക് ഉണ്ടായിരുന്നത്? ഏതാണ് ബ്രാക്കറ്റ് നമ്മളവിടെ ക്ലോസ് ചെയ്തു. i ക്ലിയർ ആണോ? അപ്പോൾ ക്ലിയർ. ഓക്കെ. പ്രിന്റ് പെർസെൻറ്റേജ് ഡി i നമ്മളവിടെ പ്രിന്റ് ചെയ്തു. i പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. ഇതാണ് പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് i. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? നമ്മുടെ ലൂപ്പ് നമ്മളിവിടെ ലൂപ്പും ക്ലോസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗെറ്റ് ch റിട്ടേൺ return 0 ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ പ്രോഗ്രാം ഇത് നേരെ എങ്ങനെയായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുക? നോക്കുക നമ്മുടെ പ്രോഗ്രാം എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്.
നമ്മൾ നേരെ ഓരോന്നിലേക്കും വാല്യൂ എടുത്തു. എങ്ങനെയായിരിക്കും ഇത് വാല്യൂസ് ഇത് എക്സിക്യൂട്ട് ചെയ്യണത്? ദെൻ ആദ്യത്തെ നമ്പർ എൻട്രി ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന നമ്പർ നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ ഇപ്പോൾ 10 ആണ് കൊടുത്തത്, 30 ആണ് കൊടുത്തത്, 30. 30 നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ. n ഈക്വൽ ടു 30 നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ എന്നിനൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 30 ആയിരിക്കും ഇവിടെ എന്നിന് കിട്ടിയിരിക്കുന്ന വാല്യൂ. എനിക്ക് 30ന്റെ ഫാക്ടേഴ്സിനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ 30നെ ആദ്യം 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, റിമൈൻഡർ 0 ആണെന്ന് നോക്കണം. റിമൈൻഡർ 0 ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അടുത്ത നമ്പർ എടുക്കണം, 2 എടുക്കണം. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 ആണെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ 2 പ്രിന്റ് ചെയ്യണം. 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, റിമൈൻഡർ 0 ആണെന്ന് നോക്കണം. അങ്ങനെ എടുക്കണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ് ടു 30 വരെ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യമേ ഞാൻ എടുത്തു 4 × i = 1. ഐയുടെ വാല്യൂ 1 ആണ്. i less than or equal to n. ഐയുടെ വാല്യൂ 1 ആയിരുന്നു. 1 less than 30 ആണെന്ന് നോക്കി. എന്നിന്റെ വാല്യൂ ഇവിടെ 30 ആണ്. എന്നിന്റെ വാല്യൂ എപ്പോഴും 30 ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം 30 ഇവിടെ 30 ആണ്. 30 മോഡുലസ് 30 അതിന്റെ മോഡുലസ് 30 മോഡുലസ് 1. 30 മോഡുലസ് 1 പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ കിട്ടും. അപ്പോൾ 30നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ്. സോ എന്ത് ചെയ്തു? പ്രിന്റ് ഓഫ് %i 1 ഇവിടെ പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ആ ബ്രാക്കറ്റ് തീർന്നു. വീണ്ടും ലൂപ്പ് 1 എന്നുള്ളത് എന്തായി? 2 ആയിട്ട് മാറും. 2 ചെക്ക് ചെയ്ത് നോക്കും. 30 മോഡുലസ് 2. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണെന്ന് നോക്കും. റിമൈൻഡർ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? 2 ഇവിടെ പ്രിന്റ് ചെയ്തു. ഇനി അടുത്ത് ചെയ്ത് നോക്കും. 2 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലൂപ്പ് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 ആണോ ചെക്ക് ചെയ്യും. 0 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ 3 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 3 എന്നുള്ളത് 4 ആയിട്ട് മാറും. 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. ദാറ്റ് ഈസ് 30 മോഡുലസ് 4. 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 ആണോ? റിമൈൻഡർ 0 അല്ല. റിമൈൻഡർ 0 അല്ലാത്തത് കൊണ്ട് പ്രിന്റ് ചെയ്യില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? അടുത്ത നമ്പർ എടുക്കും, 5 എടുക്കും. 30 മോഡുലസ് 5 നോക്കും. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0 ആണ്. സോ എന്ത് ചെയ്തു? 5 പ്രിന്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞതിന് അടുത്ത് നോക്കും. 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 ആണോ? 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. റിമൈൻഡർ 0 ആണോ നോക്കും. 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അത് പ്രിന്റ് ചെയ്തു. 30നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അടുത്ത് 7 കൊണ്ട് എടുക്കും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. റിമൈൻഡർ 0 അല്ല, അതെടുക്കില്ല. 8 കൊണ്ട് നോക്കും, അതെടുക്കില്ല. 9 കൊണ്ട് നോക്കും, അതെടുക്കില്ല. 10 കൊണ്ട് നോക്കും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. 10 പ്രിന്റ് ചെയ്യും. ഈ പ്രോസസ് അപ് ടു 30 വരെ പോകും. അപ്പോൾ അതിനിടയിൽ എത്രയൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ അത്രയും ഫാക്ടേഴ്സ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. No doubts? Any doubts? Then Ajay, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. ക്ലിയർ. അരുണിമ ക്ലിയർ? ക്ലിയർ ആണ്. യെസ്. സ്വരൂപ്, സുരമ്യ, ശ്രേയ, സ്കന്ദൻ ക്ലിയർ? then മീനാക്ഷി, ലിയ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നോ ഡൗട്ട്സ്? ഒരു ഡൗട്ട്സും ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തത്. then see another one. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാനുള്ളതാണ്. റെക്കോർഡിൽ നിങ്ങൾ എഴുതാനുള്ളതാണ്. then another one. അപ്പോൾ ഇനി ഇതേ പ്രോഗ്രാമിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. ഇതേ പ്രോഗ്രാം തന്നെ ഞാൻ ഇതിനെ വൈൽ ലൂപ്പ്, ഇപ്പൊ ഞാനിത് ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ ഇതിനെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രോഗ്രാമിനെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം? ദെൻ എങ്ങനെയായിരിക്കും ഇതേ പ്രോഗ്രാമിനെ തന്നെ നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യുക? എങ്ങനെയായിരിക്കും ഇതിനെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യുക? ഇതേ പ്രോഗ്രാം, സെയിം പ്രോഗ്രാം എങ്ങനെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യും? ഇന്റ് മെയിൻ ഒരു മാറ്റമില്ല. ദെൻ ഇന്റ്
n print of semicolon ഒക്കെ വേണ്ടിട്ട് അതൊക്കെ നിങ്ങൾ ഇടുക. print of enter number something scan of percentage d something നമ്മൾ എഴുതി percentage d. കാരണം അത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോർ ലൂപ്പിന് അവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഫോർ ലൂപ്പിന്റെ സ്ഥാനത്ത് നമ്മൾ വൈലാണ് യൂസ് ചെയ്യേണ്ടത്. വൈൽ ലൂപ്പിൽ ഈ കൊടുത്തേക്കുന്ന ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ലൂപ്പിന് പുറത്താണ് നടക്കുന്നത്. ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് ലൂപ്പിന്റെ ഉള്ളിൽ നടക്കണം. അപ്പോൾ ഇത് പുറത്ത് നടക്കുന്നെങ്കിൽ മുകളിൽ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഡിക്ലെയർ ചെയ്തു കോമ i equal to 1. That is declare ചെയ്തു. Then while കണ്ടീഷൻ ശരിയാണ്. i less than or equal to n. I less than or equal to n. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. if n modulus i equal to 0. n modulus i equal to 0. If n modulus i equal to 0 ആണെങ്കിൽ print of percentage d comma n. Then print of percentage d comma n. ബാക്കി n ആയി കഴിഞ്ഞാലും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? അതിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് നമ്മൾ ഫോർ ലൂപ്പിന്റെ ഇവിടെയാണ് കൊടുത്തത്. വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുക. വൈൽ ലൂപ്പിനുള്ളിൽ മീൻസ് ബോഡി ഓഫ് ദി ലൂപ്പിലാണ് കൊടുക്കുന്നത്. സോ എന്ത് ചെയ്തു? i പ്ലസ് പ്ലസ്. അത് കഴിഞ്ഞതിന് ശേഷം ലൂപ്പ് എന്ത് ചെയ്തു? then get ch then return 0. That's all. പ്രോഗ്രാം എന്ത് ചെയ്തു? നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഫോർ ലൂപ്പ് എങ്ങനെയാണോ ആ ലൂപ്പിനെ അതേ ലൂപ്പിനെ തന്നെ നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്തു. ഒരു മാറ്റവും. ആകെ ഉണ്ടെന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഒന്ന്, ഇവിടെ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യാം. ഇതും നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. n i എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. എന്നിട്ട് അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഇത് മാറ്റിയാൽ മതി. അതവിടെ കൊടുക്കണ്ട. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? i equal to 1 എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ കൊടുത്തു. while i less than n മോഡുലസ് ചെയ്തു, പ്രോഗ്രാം ചെയ്തു. ക്ലിയർ? സോ എനി ഡൗട്ട്സ്? ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡു വൈൽ വെച്ചിട്ട് ചെയ്യാം. ഡു വൈൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ഡു യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്തു ഈ വൈൽ കണ്ടീഷൻ ഇവിടെ കൊടുക്കുക. ദാറ്റ്സ് ഓൾ. സെമിക്കോളൻ ഇടുക. സെമിക്കോളൻ. പ്രോഗ്രാം കഴിഞ്ഞു. അനദർ വൺ. അപ്പോൾ ഫാക്ടേഴ്സ് ആണുള്ള പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ ചെയ്തു. ദെൻ അനദർ വൺ, നമുക്കൊരു സംഖ്യയുടെ അഡീഷൻ ടേബിള്, അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒരു ടേബിൾ എനിക്ക് പ്രിന്റ് ചെയ്യണം. എങ്ങനെയായിരിക്കും അതിന്റെ ടേബിൾ പ്രിന്റ് ചെയ്യുക? എനിക്കൊരു സംഖ്യയുടെ ടേബിൾ പ്രിന്റ് ചെയ്യണം. എങ്ങനെയായിരിക്കും അതിന്റെ ടേബിൾ പ്രിന്റ് ചെയ്ത് കിട്ടുക? അഡീഷൻ ടേബിൾ, നമ്മുടെ ടേബിൾ പ്രിന്റ് ചെയ്യണം. എങ്ങനെയായിരിക്കും അഡീഷന്റെ നമ്മുടെ ടേബിൾ പ്രിന്റ് ചെയ്ത് കിട്ടണം? എങ്ങനെയായിരിക്കണം? ഇപ്പോൾ 1 ആണെങ്കിൽ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന നമ്പർ എനിക്ക് 5ന്റെ അഡീഷൻ ടേബിളാണ് വേണ്ടത്. 5ന്റെ അഡീഷൻ ടേബിൾ ആണെങ്കിൽ 1 പ്ലസ് 1 പ്ലസ് 1 അല്ല 1 പ്ലസ് 5 പ്ലസ് 1 5 പ്ലസ് 1 ഈക്വൽ ടു 6. അടുത്തതിൽ 5 പ്ലസ് 2 ഈക്വൽ ടു 7. 5 പ്ലസ് 3 equal to 8. 5 plus 4 equal to 9. Up to 5 plus 10 equal to 50. ഇങ്ങനെ ഒരു അഡീഷന്റെ ടേബിള്, അഡീഷൻ മാറി സബ്ട്രാക്ഷൻ ആയതുപോലെ തന്നെ അഡീഷന്റെ ഒരു ടേബിള് എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാം ആദ്യം നോക്കി കഴിഞ്ഞാലും എന്താണ് നമുക്ക് കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ട സ്ഥാനത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു പേപ്പറിൽ റെപ്രസെന്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിന്റെ ലോജിക്കിലേക്ക് മാറ്റേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ എഴുതി വെച്ചു കഴിഞ്ഞപ്പോൾ നോക്കുക, ഈ നമുക്ക് 5ന്റെ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്നത് ഇതെല്ലാം കോമൺ ആണ്. ആദ്യത്തെ നോക്കി കഴിഞ്ഞാൽ ഈ 5 എന്ന് പറയുന്നത് ഇതെല്ലാം കോമൺ ആണ്. 5ന്റെ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്.
പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ റിപ്പീറ്റ് അല്ല ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ന്റെ +1 ആയി മാറും, ആ സ്ഥാനത്ത് 2 ആയിട്ട് മാറും, ആ സ്ഥാനത്ത് 3 ആയിട്ട് മാറും, അവിടെ 4 ആയിട്ട് മാറും. അങ്ങനെ അത് എത്ര വരെയാണോ വേണ്ടത് അത്രയും പ്രാവശ്യമാകും. എങ്ങനെയാണോ വേണ്ടത് അത്രയും പ്രാവശ്യമാകും. അപ്പോൾ ഇത് നമ്മളിത് പ്രിന്റ് ചെയ്യുന്ന 1 അടുത്ത ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് പ്രിന്റ് ചെയ്യണത്. അപ്പൊ നമ്മൾ 5ന്റെ ആയതുകൊണ്ട് 5 + 1, ഈ 1 എന്ന് പറയുന്നത് 1 ചേഞ്ച് ചെയ്ത് 1ന്റെ സ്ഥാനത്ത് 1 ആവണം, കുറച്ച് കഴിയുമ്പോൾ 2 ആവും, അടുത്തതിൽ 3 ആവും, അടുത്തതിൽ 4 ആവും, അങ്ങനെ അപ് ടു 10 വരെ ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് നേരെ ഒരു ചെറിയൊരു സിംപ്ലിഫൈഡ് മെത്തേഡിലേക്ക് ഒരു മെത്തേഡിലേക്ക് നമുക്ക് ഇത് മാറ്റാം. ദാറ്റ് ഈസ് നമ്മൾ കൊടുക്കുന്ന നമ്പർ കൊടുക്കുന്ന നമ്പർ n ആണെന്ന് വെക്കുക. n ആണ് നമ്മൾ കൊടുക്കുന്ന നമ്പർ എങ്കിൽ ആ n അവിടെ കോമൺ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് പ്രിന്റ് ചെയ്ത് കിട്ടണം. അത് പ്ലസ് അവിടെ പ്രിന്റ് ചെയ്ത് ഇതുപോലെ തന്നെ ഈ പ്ലസ് നമ്മൾ ഒരു സംഖ്യയായിട്ട് തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് 1, 2, 3, 4, 5 to up to എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഇത് മാറുന്ന വേരിയബിൾ എന്ന് പറയുന്നത് i ആയിരിക്കും ആ മാറുന്ന വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഫോർ ലൂപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ i = 4 × i = എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഈ i ആണ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ n എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഏതാണോ കൊടുത്തത് അത് ഫിക്സഡ് ആണ്. i യുടെ വാല്യൂ 1, then = പിന്നെ അതിന്റെ സം ആണ് കിട്ടിയേക്കുന്നത്. ഏതാണോ ആ സം അവിടെ എഴുതി യെസ്, ഏതാണോ സം വന്നു. അടുത്തത് ഇപ്പോൾ ഇത് നമുക്ക് ജനറലൈസ് ചെയ്തതിന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇത് i ഏതാണോ i യുടെ വാല്യൂ, ഈ i n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് n ആണ് 5 എങ്കിൽ ഇത് 5 ആണ്. ഈ i യുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുക. ആദ്യം 1 ആവും, പിന്നെ 2 ആവും, പിന്നെ 3 ആവും, പിന്നെ 4 ആവും, പിന്നെ 5 ആവും, അപ് ടു 10 വരെ വരും. അതനുസരിച്ചിട്ട് ഇവിടെ സമ്മും മാറും. സം എന്ന് പറയുന്നത് സമ്മിനെ റീപ്ലേസ് ചെയ്യും. സമ്മിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി സമ്മ് വരണം. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എങ്ങനെ അതിനെ ഒരു പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യും? കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പ്രിന്റ് എഫ് ചെയ്യുന്ന ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും അതിനെ ഒരു സ്റ്റെപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം? എനി ആൻസേഴ്സ്? എല്ലാവരും വീഡിയോ ഒന്ന് ഓണാക്കി. എന്തെങ്കിലും ആൻസറുകൾ പോരട്ടെ. എങ്ങനെയായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക? എങ്ങനെയായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക? 5 + 1, 5 + 2 ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ആൻസർ പോരട്ടെ. ആൻസർ എങ്ങനെയായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക? സ്കന്ദൻ, ആൽവിൻ, എങ്ങനെയായിരിക്കും അതിന്റെ ആൻസർ വരിക? ഫിൽജോ, എനിക്ക് നിങ്ങൾ വീഡിയോ കാണത്തില്ലോ പിള്ളേരെ. ഫിൽജോയുടെ ഒന്നും വീഡിയോ കാണത്തില്ലോ. ആൽവിൻ വീഡിയോ ഇല്ല. ജോയൽ, പവൻ വീഡിയോ ഓക്കെ. സാമുവൽ ഓക്കെ. സർ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ പോരെ? ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. സർ ഈ ഇപ്പൊ ചെയ്ത പോലെ തന്നെ എല്ലാ ഒരു n ഇപ്പൊ 5 എന്ന് പറയുന്ന n ആയിട്ട് അസൈൻ ചെയ്തിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോയാൽ പോരെ? 5 എന്ന് പറയുന്നത് നമ്മൾ n ആയിട്ട് അസൈൻ ചെയ്തു. പിന്നെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ വെച്ച് ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് എങ്ങനെ നമ്മൾ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യും? എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുക? ലൂപ്പ് ഉപയോഗിച്ചാൽ പോലെ. ഉപയോഗിക്കണം. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം? ലൂപ്പ് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയായിരിക്കും നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുക? ലൂപ്പ് എന്തായാലും നമുക്ക് ഉപയോഗിക്കണം. എങ്ങനെയായിരിക്കും അത് ലൂപ്പ് ഉപയോഗിക്കുക? അശ്വിനെ എന്തെങ്കിലും ഐഡിയാസ് കിട്ടിയോ? നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഡു ഇറ്റ് ഫാസ്റ്റ്. നമ്മുടെ സമയം എങ്ങനെയായിരിക്കും അത് ചെയ്യാൻ പറ്റുക?
ജോയൽ. വളരെ സിമ്പിൾ ആണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ്, ഒറ്റ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ കാര്യം കഴിയും. ജസ്റ്റ് വൺ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ്സ് ഇനഫ്. എങ്ങനെയാവും സർ? I equal to 1, ഒരു I less. എങ്ങനെയായിരിക്കും നമ്മുടെ? ഞാനവിടെ എഴുതാം. I equal to 1, I less than or equal to 10. That means 4. Right? 4 അല്ലേ? 4 ആണെങ്കിൽ നമുക്ക് I equal to 1. Then I less than or equal to 10. I less than or equal to 10. Yes, correct. I less than or equal to 10. I plus plus. I plus plus. Right? I plus plus. Then ഇനി എങ്ങനെയായിരിക്കും? അടുത്താണ് നമുക്ക് എങ്ങനെയാണ് വരേണ്ടത് നമ്മൾ അറിയേണ്ടത്. എങ്ങനെയായിരിക്കും? അതിനു മുമ്പ് ഇൻപുട്ട് ചെയ്യണം. പ്രിന്റ് എങ്ങനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. സോ വോയിസ് ഔട്ട് ആണ്. print out yes, print out നമ്മൾ എന്തായാലും ഇൻപുട്ട് ചെയ്യണം. അപ്പൊ ഇതിനവിടെ ഉണ്ടാവും. നമുക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഈ കൂടിയുള്ള സമ്മാണ് 8 എന്ന് പറയുന്നത്. അപ്പൊ ഇതേ സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്തു? പെർസെന്റേജ് ഡി. അവിടെ നമ്മൾ n വരണം, പെർസെന്റേജ്. പിന്നെ നമുക്ക് പറഞ്ഞത് എന്താണ്? പ്ലസ് സൈൻ ആണ് പറഞ്ഞത്. പ്ലസ് ക്യാരക്ടർ. അപ്പൊ അത് പ്ലസ് സൈൻ ആയിട്ട് എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് 1 2 3 4 എന്ന് പറഞ്ഞ മൂന്ന് ഐ ആണ്. സോ എന്ത് ചെയ്തു? 18% ഡി. യെസ്, ക്ലിയർ ആയില്ല. അപ്പൊ പറഞ്ഞത് ആരാണ്? വോയിസ് ബ്രേക്ക് ആവുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ, ക്ലിയർ. ക്ലിയർ. ഓക്കെ. അപ്പൊ പെർസെന്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് നമ്മൾ ഐ ആണ് പറഞ്ഞത്. കോമ ക്ലോസ് ചെയ്തു, കോമ. ഇനി നമുക്ക് ഇതിന്റെ അതാത് വാല്യൂസ് ഏതാണ് വാല്യൂസ് വേറെ പ്ലേസ് ചെയ്താൽ മതി. അതായത് ഇവിടെ നമ്മൾ ഐ നമ്മൾ പറയും n നമ്മൾ വെച്ചിട്ടുണ്ട്, n കോമ. ഇവിടെ നമ്മൾ അടുത്ത് പറഞ്ഞത് നമുക്ക് ഐ ആണ് പറഞ്ഞത്. സോ അവിടെ നമ്മൾ ഐ കൊടുത്തു, കോമ. അടുത്ത് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അതിന്റെ സം ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് n പ്ലസ് ഐ. പ്രോഗ്രാം കഴിഞ്ഞു. അപ്പൊ ഇവിടെ മുകളിൽ എന്ത് പ്രിന്റ് ചെയ്യണം? മുകളിൽ നമ്മൾ സ്കാൻ ഓഫ് യൂസ് ചെയ്യണം കേട്ടോ. പ്രിന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്പർ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റർ ദി നമ്പർ. ഏതിന്റെ നമ്പറിന്റെ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ സ്കാൻ ഓഫ് നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ എന്ന് പറയുന്നത് പെർസെന്റേജ് ഡി കോമ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ n എൻ്റർ ചെയ്തു. സി, നമ്മൾ നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയി. അപ്പോൾ അതൊന്നും ഞാൻ എഴുതുന്നില്ല. ഡിക്ലറേഷൻ പാർട്ടൊക്കെ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്തു കഴിഞ്ഞ ശേഷം ഇവിടെ നമ്മൾ അത് ക്ലോസ് ചെയ്തു. ഇപ്പൊ നമുക്ക് എൻ്റർ ദ നമ്പർ n ആണ് കൊടുക്കുന്നത്. n-ന്റെ നമ്പർ നമ്മൾ 5 കൊടുത്തു. അഡീഷൻ ടേബിൾ നമുക്ക് കിട്ടും പറഞ്ഞിട്ട് അതിന്റെ നമ്പർ അതിന്റെ അഡീഷൻ ടേബിൾ നമുക്ക് കിട്ടും. അപ്പൊ ഏതൊക്കെ ടേബിളാണ് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് അതിന്റെ മാസം കിട്ടി. ഇനി നമുക്ക് ഇതിനെ നേരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആക്കണം. എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 5 into 1, 5 into 2, 5 into 3, 5 into 4 up to 5 into 10. ഇനി എനിക്ക് 10 വരെ അല്ല, എനിക്ക് 20 വരെ വേണം. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഐയുടെ ലിമിറ്റ് 20 ആക്കിയാൽ മതി. സബ്ട്രാക്ഷൻ ടേബിൾ വേണം. ദെൻ പ്ലസ് സൈനിന് മൾട്ടിപ്ലിക്കേഷൻ സൈനിന് പറഞ്ഞ് നമ്മൾ അവിടെ എന്ത് ചെയ്യും? മൈനസ് സൈൻ യൂസ് ചെയ്യും. ഇവിടെ നമ്മളിപ്പോൾ സബ്ട്രാക്ഷൻ യൂസ് ചെയ്തു. 5 ഇൻറ്റു എന്ന് പറഞ്ഞു വന്നു. റിസൾട്ട് എന്ത് വേണം? സബ്ട്രാക്ഷൻ ടേബിളായി.
സബ്ട്രാക്ഷന്റെ ടേബിൾ ആയി. ക്ലിയർ? ക്ലിയർ ആയി? ക്ലിയർ ആയി സർ. സർ ക്ലിയർ ആയി. എനി ഡൗട്ട്സ് ഓഫ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. Then Ashwin, Arun, clear? ക്ലിയർ ആണ് സർ. ഫിൽജോ, മെൽബിൻ, സന്ദീപ്. ക്ലിയർ ആണ് സാർ. അപ്പൊ നാളെ നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഫാക്ടേഴ്സ് പറഞ്ഞാണ് ചെയ്തു, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത് മൂന്നും നാളെ ചെയ്യണം. അതെനിക്ക് 10 വേണോ 20 വേണോ അതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതൊക്കെ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അഹിന? യെസ്, ക്ലിയർ? യെസ്, ഫിൽജോ? ക്ലിയർ ആണ് സാർ. ക്ലിയർ. മീനാക്ഷി, ക്ലിയർ? സുരമ്യ? യെസ്, യെസ്. സാമുവൽ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കാം. ഓക്കെ, ബൈ. Sir, hello. Sir. Okay, thank you. Yes. Sir, hello. Sir. Krishnapasad. Sir, അല്ല സാർ, ആ പ്രോഗ്രാം സാറ് എഴുതിക്കൊണ്ട് ഫോണിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു.